ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ എ സിക്ക് കൊടുക്കുന്ന നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്ത് എ സിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്വിച്ച് ഏതാണെന്നും അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഗോൾഡ് മെഡലിൻ്റെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന മോഡലിലുള്ള സ്വിച്ചാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അത് ഡി പി സ്വിച്ച് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 32 DP എന്ന് നിങ്ങൾ കറക്റ്റ് മാർക്കിങ് കാണാൻ സാധിക്കും. ഈ ഡി പി സ്വിച്ചാണ് നമ്മൾ എ സിക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസും ന്യൂട്രും കട്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്വിച്ച് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡി പി സ്വിച്ച് ഈ സ്വിച്ചുകൾ തന്നെയാണ് നമ്മൾ മോട്ടറിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ടി വിയുടെ ഏരിയകളിൽ വേണമെങ്കിൽ ടി വിയുടെ ഏരിയകളിൽ വെച്ച് കൊടുക്കാം. അതേ സെയിം സ്വിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും എ സിക്കും കൊടുക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ആംബിയർ എന്ന് പറയുന്നത് നമുക്ക് 32 ആംസാണ് മാക്സിമം ആംബിയർ എടുക്കുന്നത്. 32 ആംസ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ വരുന്ന എ സികൾ നമ്മൾ വീടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വയ്ക്കാറില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എ സി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സ്വിച്ച് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് 32 ആംസ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നതെന്ന് വെച്ചാൽ നേരെ ഡി ബിയിൽ നിന്നാണ് നേരിട്ട് ഒരു 2.5ൻ്റെ സർക്യൂട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2.5ൻ്റെ വയറുകൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്നും ഔട്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്നത് 2.5 മഞ്ഞയാണ്. അതുപോലെ തന്നെ 2.5 ബ്ലാക്ക് വരുന്നത് ന്യൂട്രായിട്ടാണ് വരുന്നത്. ഫേസ് ഇവിടെ മഞ്ഞയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്ന രീതി തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. അതായത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഡി പി സ്വിച്ചിൻ്റെ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ബാക്കിൽ അത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ ക്രോസ് ചെയ്തിട്ടാണ് മുകളിൽ നിന്ന് താഴേക്കാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് വന്നിരിക്കുന്നത്. പല ഡി പി സ്വിച്ചും പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് നോക്കണം. അതായത് ഇതിപ്പോൾ നിങ്ങളറിയാം ന്യൂട്രൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ന്യൂട്രൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കും അതുപോലെ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വൺ വേ സ്വിച്ച് ഓൺ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാറിപ്പോകരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒരേ സൈഡിൽ തന്നെ, അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ രണ്ട് N1 N മാർക്ക് ചെയ്തിട്ടുണ്ടാവും, N1 മാർക്ക് ചെയ്തിട്ടുണ്ടാവും, L1 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ N എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻപുട്ട്, അതായത് ഡി ബിയിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ ന്യൂട്രൽ കൊടുക്കണം. L എന്ന് പറയുന്ന സ്ഥലത്ത് ഡി ബിയിൽ നിന്ന് വരുന്ന ഫേസ് കൊടുക്കണം. N2 എന്ന് പറയുന്നത് എ സിയിലേക്ക് പോകുന്ന ന്യൂട്രലിൻ്റെ വയറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ L2 എന്ന് പറയുന്നത് എ സിയിലേക്ക് പോകുന്ന എ സി യൂണിറ്റിലേക്ക് പോകുന്ന വയറിൻ്റെ ഫേസാണ് കൊടുക്കേണ്ടത്. അതെല്ലാം മാറിപ്പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഫേസും ന്യൂട്രും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫേസും ന്യൂട്രും ഓൺ ആകുമ്പോൾ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന MCB ട്രിപ്പോ. അപ്പോൾ അതുകൊണ്ട് ഡി പി സ്വിച്ച് നമ്മൾ ഏത് പിടിപ്പിച്ചാലും ഡി പി സ്വിച്ച് നമ്മൾ പിടിപ്പിക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ കറക്റ്റ് സ്വിച്ചിങ്ങിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും കറക്റ്റായിട്ട്. എല്ലാ കമ്പനികളും പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഡി പി സ്വിച്ചിൻ്റെ ബാക്കിൽ സ്വിച്ചിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പിടിപ്പിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. പിന്നെ ചില ഡി പികളിലാണെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ പുറത്താണ് അത് വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്കൊരു 1.5 ടൺ എ സി വരെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ 32 ആംസിൻ്റെ ഡി പി സ്വിച്ചിൽ നമുക്ക് സിമ്പിളായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ റൂമിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ട എ സി എന്ന് പറയുന്നത് വെറും 32 ആംസിൻ്റെ ഡി പി സ്വിച്ചിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എ സിയുടെ കണക്ഷൻസ് കൊടുക്കുന്നത് എ സിയുടെ സ്വിച്ചിൻ്റെ എത്ര ആംബിയർ ആണെന്നും ഡി പി സ്വിച്ച് എങ്ങനെ കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യില്ല എന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.